ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന ഈ ടോപ്പിക്ക് ബിസിനസ് മോഡൽ അനുസരിച്ചിട്ട് വ്യത്യാസം വരാം. ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ഒരു മൊബൈൽ ആപ്ലിക്കേഷനിൽ 10,000 പേര് വന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ 10,000 പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിട്ടും ബിസിനസ് ഗ്രോ ചെയ്യുന്നില്ല. എന്തായിരിക്കും അതിൻ്റെ കാരണം? ഓരോ സ്റ്റാർട്ടപ്പ് കമ്പനിയുടെയും ഫൗണ്ടേഴ്സിന് അവരുടെ സൈറ്റിൽ വന്ന് ആൾക്കാർ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ അവരുടെ ബിസിനസ് ഒരു രീതിയിലും ഗ്രോ ചെയ്യുന്നില്ല. പക്ഷേ സൈറ്റിനകത്ത് ഡാഷ്ബോർഡിൽ നോക്കുമ്പോൾ രജിസ്റ്റേർഡ് യൂസേഴ്സ് 10,000 പേരുണ്ട്. ഇവിടെയാണ് CRUവും ACRUവും തമ്മിലുള്ള കമ്പാരിസൻ്റെ പ്രസക്തി. CRU എന്ന് പറഞ്ഞാൽ കൺഫേംഡ് രജിസ്റ്റേർഡ് യൂസർ, അതായത് നമ്മളുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ OTP വെരിഫിക്കേഷൻ ഉണ്ടാവും, നമ്മളുടെ പരസ്യം കണ്ടിട്ട് വന്ന് നമ്മുടെ സൈറ്റിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. ഇതിനെയാണ് നമ്മൾ കൺഫേംഡ് രജിസ്റ്റേർഡ് യൂസർ അല്ലെങ്കിൽ CRU എന്ന് പറയുന്നത്. എല്ലാ ഫൗണ്ടേഴ്സിനും നമ്മുടെ സൈറ്റിനകത്തേക്ക് ആൾക്കാർ വന്ന് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. പക്ഷേ ഓർഡർ ഇല്ല, റിട്ടൻഷൻ ഇല്ല, ഹാബിറ്റ് ഇല്ല. നമ്മുടെ സൈറ്റിനകത്ത് രജിസ്റ്റേർഡ് യൂസേഴ്സ് മാത്രമേ ഉള്ളൂ. ACRU എന്ന് പറഞ്ഞാൽ ആക്ടിവേറ്റഡ് കൺഫേംഡ് രജിസ്റ്റേർഡ് യൂസർ, അതായത് ഒരു കസ്റ്റമർ വരുന്നു, അവർ ഈ വെരിഫിക്കേഷൻ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നു, അതിനുശേഷം ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്നു. ആ ഓർഡർ പ്ലേസ് ചെയ്ത് പേയ്മെൻറ്റ് നിങ്ങളുടെ അക്കൗണ്ടിൽ വരുമ്പോഴാണ് ഒരു ആക്ടിവേറ്റഡ് കൺഫേംഡ് രജിസ്റ്റേർഡ് യൂസർ ആവുന്നത്. അവരെ മാത്രമേ നമുക്ക് ഒരു കസ്റ്റമറായിട്ട് കണക്കാക്കാൻ പറ്റൂ. അതാണ് നമ്മുടെ ഈ ഇ കൊമേഴ്സ് സൈറ്റിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഈ കസ്റ്റമർ ചുമ്മാ കയറി രജിസ്റ്റർ ചെയ്യുന്ന ഒരു പ്രവണത. അതൊരിക്കലും കസ്റ്റമർ അല്ല, അവർ ജസ്റ്റ് ഒരു യൂസർ മാത്രമാണ്. ബിസിനസ് മോഡൽ അനുസരിച്ച് ചിലവർക്ക് ഫ്രീ ആപ്ലിക്കേഷൻസ് ആയിരിക്കും. അവിടെ ചിലപ്പോൾ ആ ഫ്രീ ആപ്ലിക്കേഷൻസിൽ 10,000 പേര് രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും അവരുടെ കസ്റ്റമറായിട്ട് അവർ കണക്കാക്കുക. പക്ഷേ ഇ കൊമേഴ്സ് ബിസിനസ്സിൽ ഒരു കസ്റ്റമർ വന്ന് പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ അതിനെ കസ്റ്റമറായിട്ട് കണക്കാക്കാൻ പറ്റൂ. ഇതാണ് ACRUവും CRUവും തമ്മിലുള്ള കോമൺ ഡിഫറൻസ്. നിങ്ങളുടെ ഇ കൊമേഴ്സ് സൈറ്റിൽ നിങ്ങൾ ട്രാക്ക് ചെയ്യേണ്ട 2 കാര്യങ്ങളാണ്. രജിസ്റ്റർ ചെയ്യുന്ന കസ്റ്റമറുടെ എണ്ണം കൂടുമ്പോൾ അത് നല്ലൊരു മാർക്കറ്റിംഗ് എഫിഷ്യൻസി ആയിട്ട് കണക്കാക്കാം. ആക്ടിവേറ്റഡ് കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടുമ്പോൾ അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യുന്ന യൂസേഴ്സിൻ്റെ എണ്ണം കൂടുമ്പോൾ അത് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഹെൽത്ത് വളരെ മികച്ചതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് നിങ്ങളുടെ ഇ കൊമേഴ്സിൻ്റെ ഡാഷ്ബോർഡിൽ ഈ 2 കാര്യങ്ങൾ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കും.